നമസ്കാരം. KSRന്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ലീവുകളെ കുറിച്ച് തന്നെയുള്ള ക്ലാസ്സുകളാണ്. അതിൽ ആദ്യത്തേത് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവാണ്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറയുന്നത് ഡ്യൂട്ടിക്കിടെ, നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത്തരക്കാർക്ക് ലഭിക്കുന്ന ലീവാണ് ഈ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് സാങ്ഷൻ ആക്കേണ്ടത് ശരിക്കും ഗവൺമെന്റാണ്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ ഒരു പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളെ സ്ഥാപനത്തിൽ നിന്നൊന്ന് വീണു. അപ്പോൾ വീണതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാര്യമായ ഒരു ഫ്രാക്ചർ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ അത്തരക്കാർക്ക് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് അനുവദിക്കാം. അത് പക്ഷേ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ അനുവദിക്കേണ്ടത് നമ്മുടെ സ്ഥാപന മേധാവി അല്ല. അപ്പൊ തൽക്കാലം മറ്റെന്തെങ്കിലും ലീവുകളായി എടുത്തുകൊണ്ട് ഈ ബന്ധപ്പെട്ട കാര്യത്തിന്റെ ഒരു അപേക്ഷ ത്രൂ പ്രോപ്പർ ചാനൽ നമ്മൾ അപേക്ഷിക്കണം. അങ്ങനെ അപേക്ഷിക്കണമെങ്കിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ കൺട്രോളിംഗ് ഓഫീസറുടെ ഒരു റെക്കമെൻഡേഷനും വേണം. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൺട്രോളിംഗ് ഓഫീസറുടെ റെക്കമെൻഡേഷനുമായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ നമുക്ക് മിക്കവാറും അത് റെലവൻ്റ് ആണെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് അതിന് അനുകൂലമായ തീരുമാനം വരും. അങ്ങനെ ലഭിക്കുന്നതാണ് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ലീവ് വേറെ ഉണ്ട്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവും ഹോസ്പിറ്റൽ ലീവും തമ്മിൽ മാറിപ്പോവരുത്. ഹോസ്പിറ്റൽ ലീവ് എന്ന് പറയുന്നതും ഇതിന് സമാനമാണ്. എന്നാൽ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും ലഭിക്കാവുന്നതാണ്. പിന്നെ ആരും സാധാരണഗതിയിൽ ഇതിൻ്റെ പുറകെ പോകുന്നില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ആണ് അപ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഗവൺമെന്റിലേക്ക് അപേക്ഷയൊക്കെ അയച്ച് നമ്മൾ കാത്തിരിക്കണം. അതുവരെ താൽക്കാലം വേറെ ഏതെങ്കിലും ലീവായിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നിൽക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ തന്നെ തൽക്കാലം അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ ആൾക്കാർ. ഇത് ലഭിക്കുകയാണെങ്കിൽ 3 മാസം വരെ, മിനിമം 3 മാസം നമുക്ക് ഇതിൻ്റെ ഒരു തീവ്രത അനുസരിച്ച് നമുക്ക് കിട്ടും. മാക്സിമം 24 മാസം വരെ നമുക്ക് ലീവ് അനുവദിക്കും. കാഷ്വൽ ലീവ് അല്ല, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്. അപ്പൊ ആദ്യത്തെ ഇത് അനുവദിക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 മാസം ഏൺ ലീവിന്റെ സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ സാലറി പോലെ കിട്ടും 4 മാസം. ബാക്കി 4 മാസത്തിൽ കൂടുതൽ നമുക്ക് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് അനുവദിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് HPL സാലറി ആയിരിക്കും, ഹാഫ് പേ ലീവ് സാലറി ആയിരിക്കും ലഭിക്കുന്നത്. ഇനി അടുത്തത് മിസ്കാരേജ് ലീവാണ്. മിസ്കാരേജ് ലീവ് നമുക്കറിയാം, 42 ദിവസമാണ് മിസ്കാരേജ് ലീവ് നമുക്ക് ലഭിക്കുന്നത്. മിസ്കാരേജ് ലീവ് നമ്മൾ പിന്നെ അബോർഷൻ ലീവ് ഒന്നും കൂടി പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അത് മെറ്റേണിറ്റി ഓൺ അബോർഷനാണ്. അതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മെറ്റേണിറ്റി ഓൺ അബോർഷൻ, അതായത് മാതൃത്വത്തിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ അബോർട്ട് ചെയ്യപ്പെട്ടു, അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ. അപ്പോൾ അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ 42 ദിവസം വരെ നമുക്ക് മിസ്കാരേജ് ലീവ് ലഭിക്കും. ഈ മിസ്കാരേജ് ലീവ് എടുക്കുന്നത് സിംഗിൾ സ്പെല്ലായിട്ട് എടുക്കണം, അല്ല പീസായിട്ട് എടുക്കാൻ പറ്റില്ല. ഒറ്റയടിക്ക് 42 ദിവസം എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. ഇത് എത്ര തവണ എന്ന് പറയുന്നില്ല, അതുകൊണ്ട് നമുക്കിതിനെ നോ ലിമിറ്റ് എന്ന് പറയാം. മെറ്റേണിറ്റി ലീവിന്റെ കാര്യത്തിൽ എന്ന പോലെ, കാരണം മെറ്റേണിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് നമുക്ക് അബോർഷൻ സംഭവിക്കുന്നത്, അല്ലാതെ പർപ്പസ്ഫുള്ളി ഒരാൾ അബോർഷൻ നടത്തുന്നില്ല. അതും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ലിമിറ്റ് ഇല്ല. മെറ്റേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം മെറ്റേണിറ്റി ലീവിന് 2 ഡെലിവറി എന്നുള്ള കണക്കില്ല, എത്രയും ആവാം. അതുപോലെ തന്നെയാണ് മിസ്കാരേജ് ലീവും എന്ന കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. മെറ്റേണിറ്റി പോലെ തന്നെ ഈ പീരീഡ്, പിന്നെ അതായത് മിസ്കാരേജ് ലീവ് പ്രൊബേഷന് പരിഗണിക്കും. അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
ഇനി അടുത്ത ലീവ് എന്ന് പറയുന്നത് ലീവ് ഫോർ ഹിസ്റ്ററക്ടമി. ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത് യൂട്രസ് റിമൂവലാണ്, അതായത് ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിന് അനുവദിക്കുന്ന ലീവാണ്. ആ ലീവ് 45 ദിവസമാണ് അനുവദിക്കുക. ഈ ലീവുകളൊക്കെ ഇപ്പോൾ മിസ്കാരേജ് ലീവ് അനുവദിക്കേണ്ടതും ലീവ് സാങ്ഷനിങ് അതോറിറ്റി നമ്മുടെ ഓഫീസ് ഹെഡാണ്. മിസ്കാരേജ് ഹിസ്റ്ററക്ടമിയുടെ ലീവും അനുവദിക്കേണ്ടത് സാധാരണ ലീവ് സാങ്ഷനിങ് അതോറിറ്റി ആരാണോ അദ്ദേഹം തന്നെയാണ് ഈ ഹിസ്റ്ററക്ടമി ലീവും അനുവദിക്കേണ്ടത്. 45 ദിവസമാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഈ കാലഘട്ടവും ഹിസ്റ്ററക്ടമി പീരീഡും പ്രൊബേഷന് പരിഗണിക്കും എന്നതാണ് ഒരു വസ്തുത. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹിസ്റ്ററക്ടമി ഒക്കെ വരുന്നത് റൂൾ 100ന്റെ കണക്കിലാണ്. റൂൾ 100 പിന്നെ റൂൾ 100 എന്ന് പറയുന്നത് മെറ്റേണിറ്റിയാണ്. മെറ്റേണിറ്റി ലീവിന്റെ കണക്കിലാണ് ഹിസ്റ്ററക്ടമിയും പിന്നെ മിസ്കാരേജും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് അത് പ്രൊബേഷന് പരിഗണിക്കും എന്ന് പറയുന്നത്. അത്രേ അതിനകത്ത് പറയാനുള്ളൂ. ഹിസ്റ്ററക്ടമിയിൽ 45 ദിവസമാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ പ്രൊബേഷന് പരിഗണിക്കും. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ദെൻ ചൈൽഡ് അഡോപ്ഷൻ ലീവ് വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലീവ്. ആ കുട്ടിയെ ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലീവ് ഒരു മാറ്റവും ഇല്ല. 180 ഡേയ്സ് കിട്ടും. ദത്തെടുക്കുന്ന ആ ഒരു കാലഘട്ടം മുതൽ 180 ഡേയ്സ് 180 ദിവസം സെയിം ആസ് മെറ്റേണിറ്റി ലീവ്. മെറ്റേണിറ്റി ലീവിന് എന്തൊക്കെ നിയമങ്ങൾ ബാധകമാണോ അതൊക്കെയും തന്നെ ഇവിടെയും ചൈൽഡ് അഡോപ്ഷനും ലഭിക്കും എന്നുള്ളതാണ് സത്യം. പക്ഷെ ചൈൽഡ് അഡോപ്ഷനിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 2 കുട്ടികളിൽ താഴെയുള്ളവർക്ക് മാത്രമേ ചൈൽഡ് അഡോപ്ഷൻ ലഭിക്കുകയുള്ളൂ. 2 കുട്ടികളിൽ താഴെയുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം 2 കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. 1 കുട്ടി ഉള്ളവർക്കാണ് ചൈൽഡ് അഡോപ്ഷൻ ലീവ് അനുവദിക്കുക. അഡോപ്ഷൻ ആർക്കും എടുക്കാം, പക്ഷെ ലീവ് അനുവദിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓർമ്മിക്കുക, ഈ പറയുന്ന ലീവുകൾ ഒന്നും തന്നെ എല്ലാം ഇപ്പൊ നമ്മൾ പറയുന്ന മിസ്കാരേജ് ലീവ് പ്രൊബേഷന് പരിഗണിക്കും, ഹിസ്റ്ററക്ടമിയുടെ ലീവ് പ്രൊബേഷന് പരിഗണിക്കും. എന്നാൽ ഈ ലീവുകൾ ഒന്നും തന്നെ നമ്മൾ ഏൺ ലീവ് കണക്ക് കൂട്ടാൻ പരിഗണിക്കുന്നില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിച്ചിരിക്കുക. ഏൺ ലീവ് കണക്ക് കൂട്ടാൻ ഒരു ലീവും പരിഗണിക്കുന്നതല്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിച്ചിരിക്കേണ്ട. ദെൻ അടുത്തത് ഹോസ്പിറ്റൽ ലീവാണ്. അപ്പോൾ ചൈൽഡ് അഡോപ്ഷനിൽ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം, സെയിം ഒരു മെറ്റേണിറ്റി ലീവ് ആൾക്കാർക്ക് എങ്ങനെ കൊടുക്കുന്നോ അതുപോലെ തന്നെയാണ് ചൈൽഡ് അഡോപ്ഷൻ. അതിൽ വ്യത്യാസമൊന്നുമില്ല. ബാക്കി റൂൾസ് ഒക്കെ അതുപോലെ തന്നെയാണ്. 180 ഡേയ്സ് ആണ്. പിന്നെ 180 ഡേയ്സ് കഴിഞ്ഞിട്ട് 60 ഡേയ്സ് വിത്തൗട്ട് MC LW എടുക്കാം. അതൊക്കെ സെയിം ആണ്, വ്യത്യാസമില്ല. പക്ഷെ ഈ ലീവ് അനുവദിക്കണമെങ്കിൽ നമ്മളുടെ ദത്തെടുക്കുന്ന അമ്മയ്ക്ക് 2 കുട്ടികളിൽ താഴെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ 1 കുട്ടിയെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നർത്ഥം. അടുത്തത് ഹോസ്പിറ്റൽ ലീവാണ്. ഹോസ്പിറ്റൽ ലീവ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന പരിക്ക്, അസുഖം എന്നിവ. ഡ്യൂട്ടി നമ്മൾ ഒരു ഓഫീസിൽ അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പരിക്ക്, അസുഖം എന്നിവയ്ക്ക് ലഭിക്കുന്ന ലീവാണ് ഹോസ്പിറ്റൽ ലീവ്. ഇത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്നും പറയുന്നത്. പക്ഷെ ഇത് തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ലീവ് കൃത്യമായിട്ട് ആർക്കൊക്കെയാണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എല്ലാ വിഭാഗം ജീവനക്കാർക്കും കിട്ടാവുന്നതാണ്. കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, കിട്ടാവുന്നതാണ്. അതായത് തമ്മിലുള്ള മാറ്റം. ഈ ഹോസ്പിറ്റൽ ലീവിന്റെ കാറ്റഗറി നമ്മളൊന്ന് കേട്ടു. നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ, ഇത് ചില ഡിപ്പാർട്ട്മെന്റിലുള്ള ചില കാറ്റഗറിക്ക് മാത്രമേ ഈ ഹോസ്പിറ്റൽ ലീവ് ഉള്ളൂ. അത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്, ഗവൺമെന്റ് ഡിഫൈൻഡ് ആണ് KSRൽ. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും കാറ്റഗറിക്ക് എനിക്ക് ഹോസ്പിറ്റൽ ലീവ് വേണമെന്നും പറഞ്ഞു പോയാൽ കിട്ടുന്നതല്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വരെ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു SIക്ക് ഹോസ്പിറ്റൽ ലീവ് യാതൊരു കാരണവശാലും കിട്ടുന്നതല്ല. ഇനി ജയിൽ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഹെഡ് വാർഡൻ വരെ കിട്ടും. ഹെഡ് വാർഡൻ വരെ കിട്ടും. ഫയർ സർവീസിലാണെങ്കിൽ അത് ലീഡിംഗ് ഫയർമാൻ വരെയാണ് കിട്ടുക. പിന്നെ എല്ലാ വകുപ്പിലെയും ക്ലാസ് 4നും കിട്ടും.
ലാസ്റ്റ് ഗ്രേഡ് സർവൻസിനും എല്ലാ വകുപ്പിലും കിട്ടും. ഇത്രയും കാറ്റഗറിക്ക് മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റൽ ലീവ് ലഭിക്കുകയുള്ളൂ. അതിന് നിർബന്ധമായിട്ടും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെയുള്ളത് നിയന്ത്രണാധികാരി, അത് നമ്മുടെ ഡ്രോയിങ് ഓഫീസർ, DDO അല്ലെങ്കിൽ ഓഫീസ് ഹെഡിന്റെ റെക്കമെൻഡേഷനും നിർബന്ധമാണ്. മറ്റൊരു കാര്യം, ഇതിലും അതുപോലെ തന്നെ ആദ്യത്തെ 120 ദിവസം ഈ ലീവ്, ഹോസ്പിറ്റൽ ലീവ് അനുവദിക്കപ്പെട്ടാൽ മേൽപ്പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളെ മേൽപ്പറഞ്ഞ ജീവനക്കാർക്ക്, അത് നിർബന്ധമായിട്ടും പറയണം, പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ, അത്തരത്തിൽ അതിൽ അവർക്ക് ആദ്യത്തെ 120 ദിവസം വരെ ഏൺ ലീവിന്റെ സാലറി എത്രയാണോ കിട്ടുക അതിന്റെ നിരക്കും, 120 ദിവസത്തിന് ശേഷം അനുവദിക്കപ്പെടുകയാണെങ്കിൽ ഹാഫ് പേ ലീവിന്റെ നിരക്കും, അതായത് ഹാഫ് പേ ലീവ് സാലറിയുടെ നിരക്കിലുമാണ് ലഭിക്കുക. അപ്പൊ ഈ എത്രയാ അനുവദിക്കപ്പെടുക എന്ന് പറയുന്നത് എങ്ങനെയാ നമ്മൾ കണക്ക് കൂട്ടുക? അത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതായത് ഇതിൽ പറ്റുന്ന അപകടം, പരിക്ക് അല്ലെങ്കിൽ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ പറയുന്ന അതിന്റെ തീവ്രതയ്ക്കനുസരിച്ച് ഡോക്ടർ ഒരു ദിവസം നിശ്ചയിക്കും, ഇത്ര ദിവസം ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മളുടെ ഒരു കൺട്രോളിംഗ് ഓഫീസറുടെ അല്ലെങ്കിൽ ഓഫീസ് ഹെഡിന്റെ ഒരു റെക്കമെൻഡേഷനും കൂടി ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ലീവ് ലഭിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പം ഞാൻ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് പറഞ്ഞു, മിസ്കാരേജ് ലീവ് പറഞ്ഞു. ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കണ്ടന്റ് നമുക്ക് പഠിക്കാനും പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2 വിധത്തിലാണ് ഞാൻ ഈ കണ്ടന്റുകളൊക്കെ അവതരിപ്പിക്കുന്നത്. ഇതിന് ശേഷം ഈ കണ്ടന്റുകളൊക്കെ തീർന്നതിന് ശേഷം നമുക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഒന്ന് വ്യക്തമാവും. ഓക്കെ, കൂടുതൽ പറയുന്നില്ല. 13ാമത്തെ എപ്പിസോഡ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.